എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിട്ടിരിക്കണു അല്ലേ? നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇപ്പോൾ ഇടുന്ന എൻ്റെ പതിവായുള്ള വീഡിയോസ് എല്ലാം പുറമേ ഉള്ളതാലേ, ഒന്നെങ്കിൽ ഗാർഡനിങ് അല്ലെങ്കിൽ വിറക് പെറുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണേ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണേ ക്ലീനിങ്ങിൻ്റെ വീഡിയോസാട്ടോ ഇന്നിടണേ. കുറേ നാളായി കോമൺ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഇന്നിടണേ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. എണീക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, കറി, ഇതെല്ലാം ഒന്ന് കാണിക്കാം. എങ്ങനെ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് എണീറ്റപ്പോൾ അല്പം വൈകിപ്പോയി. അപ്പോൾ അവിടെ ചീറ്റിയില്ല എൻ്റെ പരിപാടി. അല്പം ലേറ്റ് ആയെങ്കിൽ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും എൻ്റെ മോശമില്ലാണ്ട് തന്നെ നടന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയായിരുന്നു. ചോറിന് കറി ഉണ്ടാക്കിയത്, രസം ഉണ്ടാക്കി, പപ്പായ തോരൻ വെച്ചു. പിന്നെ നമ്മുടെ സ്വന്തം മത്തി അങ്ങ് കുറച്ച് ഫ്രൈ ഇങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ. എഡ്വിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നു. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണികളാണ് ചെയ്യാനുള്ളത്. മിറ്റടിക്കാനുണ്ടായിരുന്നു. മിറ്റടിയിൽ നിന്ന് നേരത്തെ പാത്രം കഴുകാൻ കിടക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അടുക്കള ഫുള്ള് പാത്രം നിറച്ച് കിടക്കണയായിരുന്നു. സിങ്കിലൊന്നും കൊള്ളാൻ സ്ഥലമൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് ഞാൻ അല്പം അതുകൊണ്ട് കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാത്രമൊക്കെ കഴുകി വെച്ച് അല്പം ഒന്ന് കുറച്ച് വന്നാലും സിങ്ക് നിറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി തീർത്തു. പിന്നെ ഏറ്റവും മടിയുള്ള കാര്യമാണ് ദേ ഈ ചെയ്യുന്നത് കേട്ടോ. അലക്കണേന് യാതൊരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും എന്തോരം വേണമെങ്കിലും കല്ലിൽ അലക്കണേന് ഒരു ബുദ്ധിമുട്ടുമില്ല, വിഷമവുമില്ല, ഒരു പരാതിയില്ല. പക്ഷേ ഇത് മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നൊന്ന് മടക്കണ കാര്യം എന്ന് പറയണത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമ്മുടെ പൊന്നൂസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പൊന്നൂസാണ് നമ്മുടെ തുണി മടക്കൽ ഫുള്ള് കേട്ടോ. നിങ്ങൾക്കൊക്കെ തുണി മടക്കണതിന് ബുദ്ധിമുട്ടാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 2-3 ദിവസത്തെ തുണികളാട്ടോ ഈ കിടക്കണം. 2 ദിവസമായി മടക്കിയിട്ട് പൊന്നൂസിൻ്റെ എല്ലാം മടക്കി വെക്കും. അത് മടക്കാനാട്ടോ ഞാൻ സമ്മതിക്കുള്ളൂ. അല്ലാത്ത എല്ലാം അവളങ്ങ് മടക്കിയാൽ ക്ലിയർ ആവില്ല. വലുതല്ലേ, അവളുടെ കയ്യിൽ അങ്ങ് ഒതുങ്ങില്ലല്ലോ. അപ്പോൾ അവളുടെ എല്ലാം എടുത്ത് അവൾക്കൊരു കൊട്ടയുണ്ട്, അതിനുള്ളിൽ അവൾ എടുത്ത് വെച്ചോളൂ കേട്ടോ. അതേ ഇപ്പം ഞാൻ കുറച്ച് തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും അവൾ മടക്കി അവളുടെ കൊട്ടയെ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം മടക്കി വെച്ചു. ലാപ്പ് ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണുണ്ട് അവൾ ഓടി വന്ന് അത് ഓപ്പൺ ചെയ്ത് അവിടെ കുത്തി ഇവിടെ കുത്തി അത് നശിപ്പിച്ച് കളയും കേട്ടോ. അപ്പോൾ അവളെ കാണാണ്ട് ഒന്ന് എടുത്ത് വെക്കാൻ ഞാൻ നോക്കണേ കേട്ടോ. അപ്പോൾ അതേ തുണിമടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത എൻ്റെ പ്രധാന പണിയിലേക്ക് തുടങ്ങും കേട്ടോ. കുത്തലും അടിച്ചുവാരലും പൊടി തുടയ്ക്കലും ജനലും എല്ലാം തുടയ്ക്കാനുണ്ട്. നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ടോ. ഓൾറെഡി നമ്മുടെ വേനൽക്കാലമൊക്കെ തുടങ്ങി. അപ്പോൾ നന്നായിട്ട് പൊടിയുണ്ടല്ലേ. എന്നും വീടൊക്കെ എന്നും തുടയ്ക്കുവാണെങ്കിൽ അത്ര നല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ ഇവിടെ പൊന്നൂസിനൊക്കെ ഇത്തിരിയൊക്കെ പൊടിയുണ്ടെങ്കിൽ സ്കിന്നിനൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളും ഇച്ചിങ്സും ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യമൊക്കെ ഫ്ലോറൊക്കെ തുടച്ച് വിടും ഒന്നരാടമൊക്കെ. അല്ലാണ്ട് ഈ വിൻഡോസൊക്കെ എന്നും തുടയ്ക്കൽ സാധ്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് വിൻഡോയൊക്കെ തുടങ്ങി ഒരു ഉണങ്ങിയ തുണിയും കൊണ്ടാട്ടോ ഞാൻ. അല്ലെങ്കിൽ ചിലരൊക്കെ നനച്ച് തുടയ്ക്കണതാണ്. ഈ കമ്പിയൊക്കെ നനച്ച് തുടയ്ക്കുമ്പോൾ അത് തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ പോയിരിക്കണയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണിയും കൊണ്ട് എടുത്താണ് പൊടിയൊക്കെ തട്ടിയെടുക്കണം കേട്ടോ. വിൻഡോയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മേളിലൊക്കെ നന്നായിട്ട് ചിലന്ത് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ കുത്തിയൊക്കെ എടുത്ത് മേളൊക്കെ ഒന്ന് കുത്തി അടിച്ച് പൊടിയൊക്കെ തടിച്ചടിച്ചിടുക കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നു കേട്ടോ. നമ്മൾ മാസ്ക് വെച്ചില്ല. ഓൾറെഡി ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് തീർന്ന് വന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും മാസ്ക് വയ്ക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. ഇടയ്ക്കൊന്നും ഓർത്ത് വന്നാലും എനിക്കതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുവേ. നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും വർത്താനവും പറയാൻ പറ്റില്ല. പൊന്നൂസാണെങ്കിൽ പൊന്നൂസിനെ ഞാൻ ഒരിടത്ത് ഈ പൊടിക്കകത്ത് വരാണ്ട് ഇങ്ങനെ ഒരിടത്ത് മാറ്റി ഇരുത്തിയേക്കും. അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ കണ്ടോ. ഇപ്പം അവൾ ഓടി ഇറങ്ങി വന്നിട്ട് അവൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓടിപ്പാഞ്ഞ് ഇറങ്ങി വന്നാൽ കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി മുഖത്ത് മാസ്കും കൂടെ വെക്കുവാണെങ്കിൽ നമ്മൾ വർത്താനം പറയണത് എത്ര ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ അവൾ കേട്ടില്ലെങ്കിൽ അവൾ വേഗം എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അതാണ് വിഷയം. അടുത്ത ഒരു രസം കാണും കേട്ടോ. ഞാനത് എടുത്തപ്പോൾ ചവിട്ടി കൊട്ടിക്കുടഞ്ഞ് അടിച്ചത് അത്ര ശരിയായില്ല. ഇത്തിരി പൊടി കിടക്കണ്ടായിരുന്നു. അവളത് മാറ്റി വെച്ചിട്ട് എന്നെ കൊണ്ട് അടിപ്പിക്കണേ കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീയും കൂടെ ഒന്ന് അഴിക്കാനുണ്ട് കേട്ടോ. എടുത്തു വെക്കാൻ എല്ലാവർക്കും തിരക്കായിരുന്നു. തിരിച്ചു വെക്കാൻ ആർക്കും ഉത്സാഹമില്ല കേട്ടോ. അത് എൻ്റെ പരിപാടിയാണേ.
അപ്പം ഞാൻ ഏകദേശം പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റിയുടെയും ഇതെല്ലാം വിരിയെടുക്കാനുണ്ടായിരുന്നു. അതെ, അപ്പം നമ്മുടെ കക്ഷി അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ട കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി അലക്കാനിടാൻ പൊന്നുവിന് അറിയാം കേട്ടോ. അതൊക്കെ പൊന്നു ഏറ്റു. അപ്പോൾ തട്ടിക്കുടയിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നില അടിച്ചു തുടങ്ങി കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ നില അടിക്കണം, പൊടിയൊക്കെ കണ്ടാലുണ്ടോ. പൊടി മാത്രമല്ല എല്ലാ സംഗതികളും ഉള്ള വണ്ടിയാണെങ്കിൽ ഒരു 100 വണ്ടി കാണും കേട്ടോ. 2 പേരും കളിച്ചിട്ട് അതിൽ നിരത്തിയിടുന്നത്. ഒരു വണ്ടി പോലും എടുത്ത് തിരിച്ചു വെക്കില്ല കേട്ടോ. ഞാൻ എന്നും പറയും എടുത്ത് കത്തിച്ച് കളയുമെന്ന്. ഞാൻ ഒരു വലിയ ചാക്കി കെട്ടി വെക്കും. അത് പിറ്റേ ദിവസം എടുത്ത് അവർ ഒന്നെങ്കിൽ പൊന്നൂസ് ഇടും അല്ലെങ്കിൽ എഡ്വിൻ ഇടും. അങ്ങനെയെല്ലാം കണ്ടോ, വണ്ടി എല്ലാം നിരന്ന് കിടക്കണം കണ്ടോ. വണ്ടി മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കവറില്ലേ, ഇത് അതും ഉണ്ട് കേട്ടോ. അത് അവിടെ ഞാൻ കളഞ്ഞപ്പോൾ കത്തിക്കാൻ വേണ്ടി ഇട്ടപ്പോൾ ഇതേ പൊന്നൂസ് എടുത്തുകൊണ്ട് വന്നു. അതും ഈ കൂടെ തന്നെയുണ്ട്. എല്ലാം പൊന്നൂസ് സൂക്ഷിച്ച് വയ്ക്കുവേ. പൊന്നൂസിന് ഇത്തിരി ഒരു പ്രത്യേകതയായിട്ട് തോന്നും. അവളങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ അവളുടെ കണ്ണിന് കൗതുക. അപ്പോൾ അതെല്ലാം കണ്ടോ, അതാണ് ഞാൻ അടിച്ചുകൊണ്ട് പോണത് കണ്ടോ. എല്ലാം ഇങ്ങനെ പറക്കിക്കൊണ്ട് പോയി സൂക്ഷിച്ച് വയ്ക്കും. എഡ്വിനാണെങ്കിൽ പറമ്പിൽ കിടക്കണം വണ്ടി ഒന്ന് പഴഞ്ചനാകുമ്പോഴത്തേക്കും അവൻ അതെടുത്ത് പുറത്തേക്ക് എറിയും. പിന്നെ അതിൻ്റെ ഇത് തീർത്ത് കഴിയുമ്പോൾ വീണ്ടും പുറത്ത് കിടക്കണ കാണുമ്പോൾ അത് പുറത്തുനിന്ന് മണ്ണൊക്കെ കഴുകി തട്ടിക്കുടഞ്ഞ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. അതാണ് അവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ സമയത്ത് പൊന്നൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അടിച്ച് വരണേട്ടോ കാണണേ. അല്പം സ്പീഡിലൊക്കെ ചെയ്യണേ, എന്നാലും ഇത്ര സ്പീഡില്ല കേട്ടോ. ഞാൻ വീഡിയോസിനെ അല്പം സ്പീഡ് അങ്ങ് ആക്കി എടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി ലെങ്തി ആവില്ലേ. ഇത് നമ്മുടെ പൊന്നൂസിൻ്റെ പരിപാടി നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളുടെ മാരേജിൻ്റെ വീഡിയോസ് ഞാൻ ലാപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് എടുത്തു കൊടുക്കുവാണെങ്കിൽ അവൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ പണിയും ചെയ്യാം. അതങ്ങ് അവൾ ഇഷ്ടത്തോടെ ഒരു കുറച്ച് നേരമൊക്കെ അവൾ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പോരും കേട്ടോ, മടുത്തു അമ്മയെന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോസിൻ്റെ ഒരു കുറച്ച് പോർഷനാണെങ്കിൽ നിങ്ങൾ കണ്ടുവല്ലോ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഏറെക്കുറെ വീട് മൊത്തം ഏകദേശം ക്ലീൻ ചെയ്യണമെന്ന് ഓർത്താട്ടോ ഞാൻ ഇറങ്ങിയത്. പക്ഷേ സാധിക്കില്ല കേട്ടോ, എല്ലാം കൂടെ ഒപ്പം ചെയ്യൽ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊന്ന് പുറത്തും കൂടെ പോകേണ്ട വരാൻ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കുറേയൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തീരണത് അങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിടാമെന്ന് ഞാൻ ഓർത്തേ. ബാക്കി നാളെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഡൈനിങ് ടേബിളും നമ്മുടെ വാഷിംഗ് ബേസിൻ്റെ ഏരിയയും ആ കണ്ണാടി ഇതെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. 2 ദിവസമായിട്ട് എഡ്വിൻ്റെ പണിയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ്റെയൊക്കെ വെള്ളം മാറി തീറ്റയൊക്കെ ഇട്ട് കൊടുക്കില്ല. എഡ്വിൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാവും. പിന്നെ ആ വെള്ളം മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അതുങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ പറ്റില്ലല്ലോ മീനുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എഡ്വിനൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞാട്ടോ ഞാൻ തുടച്ചത്. ഞാൻ തുടയ്ക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും 2 പേരും പൊന്നൂസും ഇന്നും ഇറങ്ങിയില്ല. പൊന്നൂസും എഡ്വിനും കൂടെ ഫ്ലോറിൽ കൂടെ തുള്ളിക്കൊണ്ട് നടക്കണ്ട. ഞാൻ ദേഷ്യപ്പെട്ട് പഴുക്ക് പറഞ്ഞ് അവരെ മാറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തുടയ്ക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഫ്ലോറിൽ കൂടെ നടക്കണേ എനിക്ക് ഇഷ്ടമല്ല. അത് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ. നമ്മൾ തുടയ്ക്കണം, പിന്നെ എന്ത് പ്രയോജനം കിട്ടാനല്ലേ. ഞാൻ ഈ തുടയ്ക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇതിവിടെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് വീണ്ടും എടുത്തു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇതിലൊന്ന് നമ്മുടെ കൈ യൂസ് ചെയ്യേണ്ട, അതുണ്ടോ ഇതിലിങ്ങനെ ഒന്ന് കാണിച്ചാൽ വെള്ളം എല്ലാം പിഴിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അങ്ങ് തുടയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, പെട്ടെന്ന് ഈസി ആയിട്ട് പണിയും തീരും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ന് തുടയ്ക്കാനാണെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. അത്യാവശ്യം ഒന്നരാട് ഞാൻ തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. കാരണം ഹാൾ മാത്രം കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എനിക്ക് സാധിച്ചോളൂ. ബാക്കി എല്ലാ റൂംസും ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സമയമെടുത്ത്. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ട്യൂഷനൊക്കെ ഉള്ളതല്ലേ, അന്നേരത്തേക്കും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു. തുടച്ചുണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സെറ്റിക്കൊക്കെ വിരിക്കാനുള്ള വിരിയെടുത്തു. ഞങ്ങൾ ടൗണിൽ പോണതിന് മുമ്പ് ഇതെല്ലാം കഴുകിയിട്ടിട്ടാട്ടോ പോയി. അപ്പം നല്ല വെയിലല്ലായിരുന്നു. ഇതെല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വിരിച്ചും കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നാളെ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാവേ.